നമ്മൾ ഈ ഗിയർ ഇടുന്നതേ പെടൽ പുറകോട്ടൊന്ന് കറക്കിക്കൊണ്ട് വേണം ഫസ്റ്റ് ഇടാൻ. ഒന്നാമത്തെ വീണ്. ഇത് നമ്മുടെ സാധാരണ സൈക്കിളിൻ്റെ ബെല്ല് പോലെ അല്ല. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് തട്ടി വിട്ട് എടുത്താൽ മതി. ബെല്ലായിരിക്കും ഉരുളുന്ന കണ്ടല്ലേ, റൗണ്ട് നല്ല. ഇതുപോലെ തന്നെ ഇപ്പം തന്നെ ഉണ്ട്. പതിയൊന്ന് തൊട്ട് വിട്ടാൽ മതി. ഇതിൻ്റെ ആ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഹായ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളുമായി എത്തിയിരിക്കുന്നത് 96 മോഡൽ ഇംഗ്ലണ്ട് മെയ്ഡായിട്ടുള്ള ഒരു വിൻറ്റേജ് സൈക്കിളിൻ്റെ കാഴ്ചകളിലേക്കാണ്. ഇത് ഹംബർ എന്ന് പറയുന്ന ഒരു മെയ്ഡായിട്ടുള്ള ഒരു കമ്പനിയുടെ സൈക്കിളാണ്. ഇതാണെങ്കിൽ നമ്മുടെ പഴയ റാലി സൈക്കിൾ പോലെയോ അല്ലെങ്കിൽ ഹെർക്കുലീസിൻ്റെ സൈക്കിൾ പോലെയോ കാഴ്ചയിൽ തോന്നിക്കുമെങ്കിലും ഇതിനുള്ളിലെ ഗിയർ സിസ്റ്റമാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ ഈ സൈക്കിൾ കൈവശമുള്ളവരാരും അത് കൈമാറ്റം ചെയ്യുകയില്ല, അത് കാത്ത് സൂക്ഷിക്കുക തന്നെ ചെയ്യും. കാരണം അത്രത്തോളം പ്രത്യേകതയാണ് ഈ സൈക്കിളിനുള്ളത്. ഇതിൻ്റെ ബെല്ലിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ഗിയർ സിസ്റ്റം ഒക്കെ വളരെയധികം എന്താ പറയുക, നമുക്ക് കൗതുകം നൽകുന്നത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. ഈ സൈക്കിളിനെ പറ്റി കൂടുതലായിട്ട് അറിയാം എന്നുള്ളവരും കൈവശമുള്ളവരും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി കൂടുതലായി ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ ഈ സൈക്കിളിനെ പറ്റി നമുക്ക് കൂടുതലായി കണ്ടു നോക്കിയാലോ. നമ്മളിത് ഈ സൈക്കിളെ സാധാരണ ഒരു സൈക്കിളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ച് നാളുകളേ ആയുള്ളൂ. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 2 മാസമായി കാണും, ഇത്രയേ ഉള്ളൂ. വന്നതിന് ശേഷമാണ് ഈ സൈക്കിളിൻ്റെ ഡീറ്റെയിൽ മുഴുവൻ നമുക്കറിയാനും പറ്റിയത്. ചവിട്ടുമ്പോൾ വളരെ പ്രയാസം കുറച്ച് ചവിട്ടിയാൽ മതി. ടൈറ്റായിട്ട് നമുക്ക് ചവിട്ടി പോകണ്ട, കൂടുതൽ ബലം കൊടുക്കണ്ട. വെറും ഒരു ഈസി മട്ടിൽ കയറുന്ന പോലെ ചവിട്ടുന്ന പോലെ പോയാൽ മതി. നല്ല സുഖമാണ് സൈക്കിൾ ചവിട്ടി പോകാനേ. സൈക്കിളിന് പഴക്കം എന്തോ ഉണ്ടെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാം. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഒരു കൂടി വന്ന ഒരു 2 മാസം ആയി കാണും, അത് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ഹബിൻ്റെ അത് ഗിയർ വർക്ക് ചെയ്യുന്ന സൈക്കിൾ കണ്ടിട്ടുണ്ടായിരുന്നു ചേട്ടാ? എനിക്ക് ഇതിനു മുൻപ് നമ്മുടെയൊക്കെ വല്യപ്പന്മാർ ഒക്കെ ജീവിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ കണ്ടില്ല. എങ്കിലും പിന്നെ ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഒരു വലിയ ഒരു അത്ഭുതം പോലെ. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സൈക്കിൾ നമ്മൾ കണ്ടിട്ടേ ഇല്ലായിരുന്നു. ഇത് നമ്മുടെ ഗിയർ 2 ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ. ഗിയർ ഇടുമ്പോൾ ഈ പെടൽ പുറകോട്ട് കറക്കിക്കൊണ്ട് വേണം ഫസ്റ്റ് ഗിയർ ഇടാൻ. ഒരു ഗിയർ വീണ്, രണ്ടാമത്തെ ഗിയർ വീണ്ടും പുറകോട്ട് കറക്കിയിട്ട് വേണം മൂന്നാമത്തെ ഗിയർ ഇടാൻ, രണ്ടാമത്തെ ഗിയർ ഇടാൻ. അങ്ങനെ 2 ഗിയറുണ്ട്. ഇതിൻ്റെ ഈ ഹബിൽ തന്നെ മെയ്ഡിന് ഇംഗ്ലണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്, 96 മോഡൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അതിലാണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഈ കാണുന്ന ഈ ഒരു ചെറിയ ഒരു കേബിൾ വഴിയാണ് ഇതിൻ്റെ ഗിയർ വർക്ക് ചെയ്യുന്നത്. നമ്മളവിടെ ഗിയർ ഇടുമ്പോഴത്തേക്ക് ഈ കേബിൾ ഇതുപോലെ അകത്തേക്കും പുറത്തേക്കും മൂവ് ആവുന്നതിനനുസരിച്ചാണ് ഇതിനുള്ളിൽ ഗിയർ വീഴുന്നത്. നമ്മൾ ഗിയർ ഇടുമ്പോഴേ ഈ ഹബിനകത്തൂടെ വന്നാണ് ഇതിൻ്റെ ക്ലച്ചിനകത്ത് കയറുന്നത്. അതാണ് ഇപ്പം കണ്ടോ ഇങ്ങോട്ട് കണ്ട, ഇത് അങ്ങോട്ടും അങ്ങോട്ട് ചാർജ് എടുത്തുകൊണ്ടായിരിക്കാനുണ്ട്. സെക്കൻഡ് വീണ് കണ്ട ഇങ്ങനെ വീഴും. ഇത് നമ്മുടെ സാധാരണ സൈക്കിളിൻ്റെ ബെല്ല് പോലെ അല്ല. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് തട്ടി വിട്ട് എടുത്താൽ മതി. ബെല്ലായിരിക്കും, ഉരുളുന്ന കണ്ടല്ലേ, റൗണ്ട് നല്ല
ഈ സൈക്കിൾ ഉപയോഗിക്കുന്നതിനെ പറ്റി ആരെങ്കിലും അറിയാവോ? ഇതുപോലെ ഉപയോഗിക്കുന്നവരോ? ഇത് വേറൊരാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരിക്കും. കൊല്ലത്തു നിന്ന് കൊണ്ടുവന്നതാ. അവിടുന്ന് ചവിട്ടിയാണോ കൊണ്ടുവന്നത്? അവിടുന്ന് ചവിട്ടി കൊണ്ടുവന്നതാണ്. കൊല്ലത്തു നിന്നാണ് സൈക്കിൾ കൊണ്ടുവന്നത്. ഈ വിന്റേജ് മോഡൽ ആയതുകൊണ്ട് ഇതങ്ങനെ ഉപയോഗിക്കാൻ തന്നെയാണോ പ്ലാൻ, അതോ ആർക്കെങ്കിലും കൊടുക്കാനാണ്? അത് ഏതായാലും കയ്യിലിരിക്കട്ടെ, പിന്നീട് നമുക്ക് തീരുമാനിക്കാം കൊടുക്കണോ വേണ്ടെന്നുള്ളതേ. നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഇങ്ങനെ ഒരു സൈക്കിൾ കയ്യിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും കാണാനായിട്ട് വല്ലതും വന്നോ? പലരും വന്നിട്ടുണ്ട്. ഈ സൈക്കിള് ഇങ്ങനെ ഇതെല്ലാം ഈ ഹബ്ബും കാര്യങ്ങളും ഇതിൻ്റെ ബ്രേക്കും ഒക്കെ ഇത് സാധാരണ സൈക്കിളിലുള്ളതല്ലല്ലോ. അതുകൊണ്ട് ഈ പുതിയ ഒരു രീതി പലരും ചോദിച്ചു ഇതെന്തോ കല്യാത്രയൊക്കെ ചെല്ലുന്നുടനെയൊക്കെ ഈ സംഭവം കാണുന്നുടനെ അവർക്ക് ഒരു പുതിയ ഒരു രീതി പോലെ തോന്നുന്നു. ഈ സൈക്കിള് എങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലാണ്. അപ്പോൾ ഇതെന്താണ് ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്.